ഹലോ, നാളെ നമ്മുടെ വണ്ടിയുടെ പൂജയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി എത്തുമ്പോൾ ലേറ്റായി, വണ്ടി മൊത്തം നൈറ്റാണ് കേട്ടോ വാഷ് ചെയ്തിട്ട്. അപ്പോൾ മോർണിംഗ് അപ്പോൾ നമ്മളിതാ നേരെ നേരെ പമ്പിലേക്ക് കയറി ഡീസലൊക്കെ അടിച്ചു. ഇനി നേരെ നമ്മൾ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്, ബാലുശ്ശേരിയിലേക്കാണ് കേട്ടോ പോകുന്നത്. പൊന്നരന്തരൂപ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ പൂജയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ അമ്പലത്തിൽ ഇന്ന് പ്രസാദോട്ടും കാര്യങ്ങളും ഇന്നല്ല, നാളെ അത് നമ്മൾ പൂജ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ പ്രസാദോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് അമ്പലത്തിലുള്ളത്. അപ്പോൾ ഞാനും അവളുടെ ഫാമിലിയാണ് കേട്ടോ വണ്ടി പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. അപ്പോൾ ഇനി നമുക്ക് പൂജേൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടത്തണം. അപ്പോൾ നമുക്ക് രണ്ട് വണ്ടിയാണ് കേട്ടോ പൂജിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ഉള്ള നമ്മുടെ കയ്യിലുള്ള ഇയോണും അപ്പോൾ ഇത് പുതുതായിട്ട് 2 ദിവസമായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടിയാണ് നമ്മൾ പൂജിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വണ്ടി എടുത്തിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കുന്നത്. ഇന്നേ വരെ ഞാനൊരു വണ്ടി എടുത്തിട്ടും അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചില്ല. ഇത് അവളുടെ നിർബന്ധമായിരുന്നു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എന്തായാലും വണ്ടി പൂജിക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും വണ്ടി പൂജിച്ചപ്പോൾ മനസ്സിനൊരു എന്താ പറയുക, ഒരു സന്തോഷം കിട്ടും. ശരിക്കും അതൊരു ഫീൽ തന്നെയാണ് വണ്ടി പൂജിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ അങ്ങോട്ട് ഏത് വണ്ടി എടുത്താലും കൊണ്ടുപോയി പൂജിക്കണം എന്നുള്ളത് എനിക്കും ഒരു നിർബന്ധം പോലെ തോന്നുന്നുണ്ട്. മനസ്സിന് വളരെ സന്തോഷമായി ഇങ്ങനെ ഒരു പൂജേൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ. എനിക്കും എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാനും കരുതുന്നു ഇനി അങ്ങോട്ടുള്ള ഏത് വണ്ടി എടുത്താലും നമുക്ക് എന്ത് ചെയ്യുക, വണ്ടി പൂജിച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യുക. അതാകുമ്പോൾ എന്തോ മനസ്സിനൊരു കോൺഫിഡൻസ് പോലെ വന്നു. അങ്ങനെ ഇതാ നമ്മുടെ വണ്ടിയുടെ പൂജ കഴിഞ്ഞിട്ട് നമ്മൾ നാരങ്ങയൊക്കെ വെച്ചു, വണ്ടി അതിലൂടെ കയറ്റി നമ്മുടെ വണ്ടീൻ്റെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ടിയുടെ പൂജയും കൂടി സെറ്റാക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഓണം കൂടി പൂജിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വണ്ടിയുടെ പൂജയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് എടുത്തിട്ട് ഏകദേശം ഒരു 2 ഇയർ ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ പൂജിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വണ്ടി പൂജിക്കുന്നത്. അപ്പോൾ ഇത് അബിയുടെ അച്ഛനാണ് കേട്ടോ പിന്നെ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ ഇത് അച്ഛൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. അങ്ങനെ ഇത് നമ്മുടെ 2 വണ്ടിയുടെയും പൂജ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാലുശ്ശേരി കോട്ടനാട് ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലോഗോ മാഗി ഡിസൈനിങ്ങിൻ്റെ ലോഗോ നമുക്ക് സെറ്റാക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലോഗോ ഇനി വണ്ടിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റിക്കറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മായാഗി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിക്കർ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്, നേരെ നമ്മുടെ വണ്ടീൻ്റെ മുകളിൽ എല്ലാ വണ്ടിയുടെ മുകളിലും സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. വണ്ടീൻ്റെ മുകളിൽ സ്റ്റിക്കർ അടിക്കുന്നതിന് ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലോഗോ വെച്ച് നമ്മൾ സ്റ്റിക്കർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൂജയുടെ കാര്യങ്ങളോ സ്റ്റിക്കറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് പോവാം. അപ്പം ഇന്ന് മനസ്സിന് വളരെ സന്തോഷമുള്ള ഡേ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങനെ നമ്മൾ പോവാണ്.